കൊടകര കുഴൽപ്പണക്കേസ് കവർച്ചാ കേസായാണ് പോലീസ് രജിസ്റ്റർ ചെയ്തതെന്നും അതിൽ സാധ്യമായതെല്ലാം അന്വേഷിച്ചിട്ടുണ്ടെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു. PMLA നിയമപ്രകാരമാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്. അതിൽ പറയുന്നതെല്ലാം അന്വേഷിച്ചെന്നും ഇ ഡി വ്യക്തമാക്കി. ഇന്നലെയാണ് കൊടകര കുഴൽപ്പണക്കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത്. കവർച്ച നടന്നതിന് ശേഷം ആരൊക്കെ പണം കൈപ്പറ്റി, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കള്ളപ്പണമായി മാറ്റിയോ സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിലുണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിലാണ് പ്രതികളുടെ പേരിലുള്ള 12.88 ലക്ഷത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടിയതെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ പണത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ഇ ഡിയുടെ പരിധിയിൽ വരുന്നതല്ലെന്നും ആദായ നികുതി വകുപ്പാണ് അന്വേഷിക്കേണ്ടതെന്നും ഇ ഡി വ്യക്തമാക്കി. കവർച്ച നടന്നതിന് ശേഷം പണം കള്ളപ്പണമായി വെളുപ്പിച്ചോ എന്നതാണ് തങ്ങളുടെ പരിധിയിൽ വരുന്നതെന്നും ഇ ഡി പറഞ്ഞു. പോലീസിന്റെ റിപ്പോർട്ടിൽ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്നും തെളിവുകളില്ലെന്നും പോലീസ് പറഞ്ഞു. ധർമ്മരാജിന്റെ മൊഴിയാണ് നിർണായകമായി മാറിയതെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ധർമ്മരാജ് തന്നെ ഉറവിടം സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട്. ബിസിനസിന് വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന് മൊഴിയിൽ നിന്ന് വ്യക്തമാണെന്നും ഇ ഡി പറയുന്നു. കഴിഞ്ഞ ദിവസം കൊടകര കുഴൽപ്പണക്കേസിൽ പണം എത്തിച്ചത് BJPക്ക് വേണ്ടിയെന്ന ആരോപണം തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. BJPയുടെ പണമെന്നതിനെ തെളിവില്ലെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞു. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു. മുഹമ്മദ് അലി, സുജീഷ്, രഞ്ജിത്ത്, ദീപക്, അരീഷ്, മാർട്ടിൻ, ലബീബ്, അഭിജിത്ത്, ബാബു, അബ്ദുൾ ഷാഹിദ്, മുഹമ്മദ് ഷുക്കൂർ, അബ്ദുൾ ബഷീർ, അബ്ദുൾ സലാം, റഹീം, ഷിജിൽ, അബ്ദുൾ റഷീദ്, റൌഫ്, മുഹമ്മദ് ഷാഫി, എഡ്വിൻ, ദീപ്തി, സുൽഫിക്കർ, റഷീദ്, ജിൻഷാമോൾ എന്നിവരാണ് കേസിലെ പ്രതികൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച പണം മോഷണം പോയതെന്നായിരുന്നു ആരോപണം. ഏപ്രിൽ 3-നായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് BJPയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോയതെന്ന് ആരോപിച്ച പണം കൊടകരയിൽ വെച്ച് വ്യാജാപകടം സൃഷ്ടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 3.5 കോടി രൂപയാണ് കവർന്നത്. സംഭവം നടന്ന് 3 ദിവസത്തിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ ദുരൂഹത തോന്നിയതിനാൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇ ഡി അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ഇ ഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ഇപ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത്. നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ, അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇ ഡി. ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ഇ ഡി ക്ലീനായിട്ട് കേരളത്തിലെ BJP നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഒറ്റ ചോദ്യത്തിന് വേണ്ടി മറുപടി പറഞ്ഞാൽ മതി. ധർമ്മരാജൻ ഈ പണം എവിടെ നിന്നാണ് കൊണ്ടുവന്ന്? എപ്പോഴും നമുക്ക് കുഴൽപ്പണ ഇടപാടിൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് പണം വന്നതെന്നും എവിടേക്കാണ് കൊടുക്കാൻ കൊണ്ടുപോയതെന്നുമാണ് അന്വേഷിക്കുന്നത്. ഇത് രണ്ടും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഇത് കവർച്ച ചെയ്തുകൊണ്ട് പോയപ്പോൾ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ആർക്കാണ് ആദ്യം ഫോൺ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ആദ്യം ഫോൺ വിളിച്ചത്. അതിങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ. ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇനിയിപ്പോൾ പകരമായി ഇനിയിപ്പോൾ കരുവന്നൂരിൽ കൂടി CPMനെ കൂടി സഹായിക്കാൻ നോക്കിയാൽ മതി. ഇവർ തമ്മിലുള്ള നാടകങ്ങൾ കുറേ നാളുകളായി ഇത് ആവർത്തിക്കുന്നു. ഇത് അവസാനം പരസ്പരം കേസുകൾ ഇല്ലാതായി തീരുന്ന ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത്. അതായത് സംസ്ഥാന ഗവൺമെൻറ് ഇവർക്കെതിരെ എടുത്ത കേസും കേന്ദ്ര ഗവൺമെൻറ് CPM നേതാക്കന്മാർക്കെതിരായി എടുത്ത കേസ് രണ്ടും ഇല്ലാതായി പോകുന്ന, അലിഞ്ഞലിഞ്ഞില്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഈ കൊള്ള അന്വേഷിക്കാൻ ഇവർ പോലീസിലെ കൊള്ള അന്വേഷിക്കുന്നത്. കൊള്ള ഈ ഹൈവേ റോബറിയാണ്. ഹൈവേ റോബറി അന്വേഷിക്കേണ്ട പോലീസാണ്. ഇ ഡിക്കൊരു കാര്യമില്ല. ഇ ഡി അന്വേഷിക്കേണ്ടത് ഇത് അനധികൃതമായ പണമാണെന്നാണ്, അല്ലേ? PMLA ആക്ട് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണ്. മണി ലോണ്ടറിങ്ങിനെതിരായിട്ട് അന്വേഷിക്കണം. മണി ലോണ്ടറിങ് വരുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം വന്നിരിക്കുന്നത്? ഇത് കള്ളപ്പണമാണോ, ഇത് വൈറ്റ് മണി ആണോ എന്ന് അന്വേഷിക്കേണ്ട ജോലിയാണ്. PML ആക്ട് അനുസരിച്ച് അന്വേഷിക്കേണ്ടത് ഇ ഡി. അത് ഞങ്ങളല്ല അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ജോലി അല്ല അത്, അല്ലേ? വൈറ്റ് മണിയാണോ ബ്ലാക്ക് മണിയാണെന്നാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇ ഡി അന്വേഷിക്കേണ്ടത്. ഇനിയിപ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ.